ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 49 നമ്മുടെ ശിവൻ. ഭാഗം 49 നമ്മുടെ ശിവൻ ഇവിടെ ആരംഭിക്കുന്നു. വെറും കാട്ടുപ്രദേശമായിരുന്ന അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയ വിവരം കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. ഈശ്വരാരാധനയ്ക്കും ഭഗവത് ദർശനത്തിനും സവർണരുടെ വിലക്കുകളുണ്ടായിരുന്ന അധസ്ഥിത ജനവിഭാഗങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യം കൈവന്നതോടെ അരുവിപ്പുറത്തേക്ക് ഒഴുകിയെത്തുവാൻ തുടങ്ങി. അതുവരെയും ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തുന്നതിന് ബ്രാഹ്മണർക്ക് മാത്രമായിരുന്നു അവകാശമുണ്ടായിരുന്നത്. മനുഷ്യൻ്റെ മൗലിക അവകാശത്തെ നിഷേധിക്കുന്ന ആ വിധിയും അധികാരത്തെയും ഗുരുദേവൻ സൗമ്യമായും ശാന്തമായും അങ്ങനെ തിരുത്തി കുറിച്ചു. ശ്രീനാരായണ ഗുരു ഒരു അബ്രാഹ്മണനാണെന്നും അബ്രാഹ്മണന് ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ അധികാരമില്ലെന്നും വിധി കൽപ്പിച്ച ബ്രാഹ്മണ സമൂഹത്തിന് അരുവിപ്പുറം പ്രതിഷ്ഠ കനത്ത ഒരാഘാതമായി തീർന്നിരുന്നു. ഇത്ര കാലവും വച്ചു പുലർത്തിയ ധാർമ്മികാധിപത്യവും ആചാരങ്ങളും ദൈവത്തെ ആരാധിക്കുവാനും അറിയുവാനും അനുഭവിക്കുവാനുമുള്ള അവകാശങ്ങളും അതിലൂടെ തകർന്നടിയുമെന്ന് അവർ ഭയപ്പെട്ടു. പ്രതിഷ്ഠയെ എതിർക്കുന്നതും പ്രതിഷ്ഠ നിർവഹിച്ച ഗുരുവിനെ ചോദ്യം ചെയ്യുന്നതും അധാർമികമാണെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും അവരിലെ ചില യാഥാസ്ഥിതികന്മാർ ഇരിപ്പുറയ്ക്കാതെ ഒരു ദിവസം ഗുരുവിനെ സമീപിച്ചു. ഗുരുദേവനപ്പോൾ ഏകാന്തതയിൽ ഇരിക്കുകയായിരുന്നു. ഗുരുവിനെ വിളിച്ചുണർത്തി ഉടൻ ചോദിക്കണമെന്ന് അഭിപ്രായപ്പെട്ട ഒരാൾക്ക് പെട്ടെന്ന് അവിടെ ഒരു പുലിഗന്ധം അനുഭവപ്പെട്ടു. അടുത്തെവിടെയോ പുലിയുണ്ടെന്ന് കരുതി അയാൾ അപ്പോൾ ഭയന്ന് നാലുപാടും നോക്കി. പുലിയും പാമ്പും ഗുരുവിന് മുന്നിൽ ശാന്തരായി കാവലെന്ന പോലെ കിടന്നിരുന്ന കാര്യങ്ങൾ അയാൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരുന്നു. അതോർത്തതോടെ അയാൾക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതിയെന്നായി. പക്ഷേ അതിന് തുനിയും മുമ്പേ ഗുരുദേവൻ ഏകാന്തതയിൽ നിന്നും ഉണർന്നു. അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് പരഹൃദയജ്ഞാനിയായ ഗുരുദേവന് നല്ലവണ്ണം അറിയാമായിരുന്നു. എങ്കിലും അതറിഞ്ഞതായി ഭാവിക്കാതെ ഗുരുദേവൻ സൗമ്യതയോടെ അവരെ നോക്കി. ഞങ്ങൾക്കൊരു കൂട്ടം ചോദിക്കാനുണ്ട് സ്വാമി, ഒരാൾ പരുങ്ങളോടെ പറഞ്ഞു. ഗുരുദേവൻ: ചോദിക്കാമല്ലോ. മറ്റൊരാൾ: അബ്രാഹ്മണന് ശിവപ്രതിഷ്ഠ നടത്താൻ വിധിയുണ്ടോ? ഗുരുദേവൻ: നാം പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണല്ലോ. അത് കേട്ടപ്പോൾ അവർക്ക് ചോദിക്കുവാൻ കൂട്ടിവെച്ചിരുന്നതെല്ലാം ഒന്നിച്ച് ചോർന്നുപോയ അനുഭവമുണ്ടായി. അതോടെ അവർ ഗുരുസന്നിധിയിൽ നിന്ന് ജാള്യതയോടെ മടക്കമായി. വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു ബ്രാഹ്മണ പുരോഹിതൻ അവരോട് ജിജ്ഞാസാഭരിതനായി ആരാഞ്ഞു. എല്ലാവരും കൂടി നാണുസ്വാമിയോട് ചോദിച്ചോ? ഒരാൾ ചോദിച്ചു. പുരോഹിതൻ: എന്നിട്ട് എന്തു പറഞ്ഞു? മറ്റൊരാൾ: പ്രതിഷ്ഠിച്ചത് നമ്മുടെ ശിവനെയാണത്രേ. പുരോഹിതൻ: എന്ന് പറഞ്ഞാൽ? അതേയാൾ: പ്രതിഷ്ഠിച്ചത് സ്വാമിയുടെ ശിവനെയാണത്രേ. പുരോഹിതൻ: സ്വാമിയുടെ ശിവനെന്നാൽ അത് ഈഴവ ശിവനെയാണെന്നാണല്ലോ അർത്ഥം. ദൈവികതയുടെയും മാനവികതയുടെയും ധാർമ്മികതയുടെയും കരുത്തുറ്റ അടിത്തറയിൽ ഗുരുദേവൻ നടത്തിയ ആ ശിവപ്രതിഷ്ഠയാണ് ആധുനിക കേരളത്തെ നിർണയിക്കുന്നതിലും രൂപപ്പെടുത്തുന്നതിലും പിന്നീട് നിർണായകമായി തീർന്നത്. സമസ്ത ജീവിയും ഒന്നിൽ നിന്നും ഉദിച്ചതാണെന്നും ഉറച്ച സത്യം തേടിയുണർന്നൊരു ഓങ്കാരപ്പൊരുളേ, ഒരൊറ്റ ദൈവവും ഒരൊറ്റ മതവും വഴി കാണിച്ചവനെ, ഭജിച്ചിടുന്നേൻ നിന്തിരുനാമം ഭജിച്ചിടുന്നെന്നും.
ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 49 നമ്മുടെ ശിവൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.